അപ്പോൾ നമുക്ക് പെട്ടെന്ന് കോഴിയിറച്ചി കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ 1/2 കിലോ കോഴിയിറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി, പച്ചമുളക്, സവാള ഇതൊക്കെ അരിഞ്ഞാണ് ചേർത്തത്. ഒക്കെ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി മസാല പൗഡർ, മഞ്ഞൾപ്പൊടി, കസ്കസ്, ഉപ്പ്, മുളക് പൊടി ഇതൊക്കെ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് ഇത് കുഴച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം പണിയൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ വേവട്ടെ കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കുക്കറിൻ്റെ മൂടിയിട്ട് അടച്ചു വെച്ചില്ല. നമ്മുടെ വറ്റിച്ചെടുക്കണ പോലെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ പരിപ്പും വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ളൂ, ഞാൻ ഒഴിക്കണുള്ളൂ. വറുത്തെടുക്കാനാണ്. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കുറവായിട്ടുണ്ട്. നമുക്ക് അരച്ചിലേക്ക് ഇട്ടു. നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.